കാരണം ഞാനായിരുന്നു വിളിച്ചത്. എൻ്റെ വീട്ടിൽ ഇച്ചിരി പ്രശ്നം നടന്നതല്ല, എൻ്റെ സിഗരറ്റ് വലിയ ഫുള്ള് ടൈം വലിയ ഇപ്പം. അപ്പോൾ അതെനിക്ക് വീട്ടിൽ പ്രവർത്തനത്തിൽ വിഷയം, മക്കളെല്ലാവരും കൂടെ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല എൻ്റെ വേറെ എന്തോത്ത് എല്ലാവരും കൂടെ ഇപ്പോൾ വലിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല എനിക്ക് ഇതിൻ്റെ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നേരവും പോലും സിഗരറ്റ് വലിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഉള്ളിലൊരു ഇതുണ്ടല്ലോ. നമുക്ക് സിഗരറ്റ് വലിക്കാണ്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് മാനസികമായ വലിയ പ്രശ്നമായി മാറിയില്ല. കാരണം നമുക്ക് സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല, നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സിഗരറ്റ് വലിച്ചാൽ വീട്ടിൽ അതിനേക്കാളും തലയ്ക്ക് വെളിയില്ലാതെ വഴക്ക് കുറച്ചിലും പോകുന്നതാണ്. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ എന്നിട്ട് ആളെ പറഞ്ഞു ആസിഫ് സാറിനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കുക. അപ്പം ഞാൻ അങ്ങനെ വന്നതാണ്. നിങ്ങൾ ഒരു ദിവസം എത്ര രൂപയുടെ സിഗരറ്റ് വലിക്കും? ഒരു ഒന്നര പാക്കറ്റ് 250 ഒരു ദിവസം വലിക്കണം. ഒരു മാസം കൂട്ടി നോക്ക്. ഒരു മാസം എത്ര 800 ആകുമ്പോഴത്തേക്ക് ഒരു വർഷം 84,000 രൂപ. 84,000 രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. നിങ്ങൾ 20 വർഷമായിട്ട് വലിക്കുന്നു. 8 ലക്ഷത്തിൻ്റെ 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ സിഗരറ്റ് വലിക്കുന്നു. 16 ലക്ഷം രൂപ. സ്വന്തമായിട്ട് കാറുണ്ടോ? കാറില്ല. വീടിന് EMI അടയ്ക്കുന്നില്ല. വീടിന് EMI അടയ്ക്കുന്നുണ്ടോ? ഉണ്ട്. EMI അടയ്ക്കുന്നില്ല. ദൈവമേ, EMI അടയ്ക്കുന്നുണ്ട്. സ്വന്തമായിട്ട് കാറില്ല. എത്ര തരം അസുഖങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എത്ര തരം അസുഖം? മിനിമം 60 മുതൽ 70 ക്യാൻസറാണ്. 60 മുതൽ 70 ക്യാൻസർ. നിങ്ങൾ ഇത് എങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സിഗരറ്റ് വലി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പോകും, നിങ്ങളുടെ സമ്പത്യം പോകും, നിങ്ങളുടെ മക്കൾ ചീത്തയായി പോകും. നിങ്ങൾ എന്തുവാ മനുഷ്യ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതല്ല ഞാൻ സാറിന് വന്നത്. കറക്റ്റ് ആളെടുത്താണ് നിങ്ങൾ വന്നത്. ഹലോ, എത്തിയോ? അതാറ്റ്